Hello everyone, welcome back to part 2 of our caravan trip to Scotland. അപ്പോൾ നമ്മളിപ്പം Isle of Skyeലാണ് ഉള്ളത്. ഒരു caravan trip ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വ്യൂ പോയിന്റ്സിൽ ഇറങ്ങി നിൽക്കാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം കിട്ടി. ബട്ട് ദ പ്രോബ്ലം ഈസ് ഒരുപാട് നേരം അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. നല്ല തണുപ്പുണ്ട്, -5 degrees ആണ്. കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ കൈയൊക്കെ അങ്ങ് ഫ്രീസ് ആവും. സോ ഒരുപാട് നേരം അങ്ങനെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നല്ല പണി കിട്ടും. ടുഡേ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇന്ന് ന്യൂ ഇയേഴ്സ് ഈവാണ്. നമ്മൾ ക്യാരവനകത്തായിരിക്കും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങളൊരു ഷോപ്പിൽ നിന്ന് ചിക്കനും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇവിടെ ചിക്കൻ റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. സമയം 10 മണിയായി. ന്യൂ ഇയർ ആവാൻ ഇനി 2 മണിക്കൂറും കൂടിയേ ബാക്കിയുള്ളൂ. അങ്ങനെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ന്യൂ ഇയറിനുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. നമ്മുടെ മുന്നിൽ 1.5 മിനിറ്റ് കൂടി ഉണ്ട്. ഓക്കേ, ഹാപ്പി ന്യൂ ഇയർ. മമ്മയ്ക്ക് കൊടുക്ക, നിനക്ക് തരാൻ ഇതെല്ലാരും എത്തിക്കാനുള്ളതാ. എല്ലാവർക്കും കൊടുക്ക, എല്ലാവർക്കും കൊടുത്തേ. എല്ലാവർക്കും കൊടുക്ക, എല്ലാവർക്കും കൊടുക്ക്. ഹാപ്പി ന്യൂ ഇയർ. വിനിക്ക് കൊടുക്ക്. അത് മൊത്തം ഇനി എടുക്ക്. ദർശനക്ക് കൊടുക്ക്, ചേട്ടന് കൊടുക്ക്. അതല്ല, അതെന്താ ഇതെടുക്ക്. ദർശനക്ക് കൊടുക്ക്. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറ. ചേട്ടാ വിളി. ഒന്ന് താഴെ വീഴുവാണ്. ജുറാസിക് വേൾഡ്. ഈ വർഷം എന്തായാലും ഹാപ്പി ന്യൂ ഇയർ ടു യു. ഹാപ്പി ന്യൂ ഇയർ ടു യു. ഹാപ്പി ന്യൂ ഇയർ ടു യു. ഇവിടെ കൊച്ചു കേക്ക് തരുന്നു. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പുതുവത്സര ആശംസകൾ. പുതുവത്സര ആശംസകൾ. താഴെ കിടന്നു. അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ന്യൂ ഇയർ ആഘോഷിച്ചു. ഇനിയിപ്പം ഉറങ്ങാൻ പോവാണ്. നാളെ രാവിലെ കാണാം ഗൈസ്. ബൈ ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങളിപ്പം ഫെറി പൂളിലാണ് ഉള്ളത്. ആൻഡ് ദിസ് പ്ലേസ് ഹാസ് എ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ. Starting New Year with a bang. 1st of Jan with this beautiful view. കൈയൊക്കെ ഫ്രീസ് ആവുകയാണ്. It's worth it. Looks like a celebrity. Thank you. വിനി, ഈ വ്യൂവിനെ പറ്റി 2 വാക്ക് നമ്മൾ ഇത്ര അടിപൊളി വ്യൂ. ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്ത സ്ഥലത്ത് മോർണിംഗ് ഡോർ നമ്മൾ കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മഞ്ഞാണ്, മലയാണ്, ഐസ് കേപ്പ്, മൗണ്ടൻസ്. ഈ ബ്യൂട്ടി ചിലപ്പോൾ ഫോണിൽ അത്രയും നമുക്ക് എടുക്കാൻ പറ്റില്ല. ആൻഡ് തണുത്തിട്ട് കൈയൊക്കെ വിറച്ച് വയ്യ. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. നമ്മളിത് ഇറങ്ങി കണ്ടില്ലെങ്കിൽ നമുക്ക് അത് ഒരു മിസ്ഡ്
ആയി പോകും. സോ അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് ഇറങ്ങി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുവാണ്. ആ സൈഡിൽ നിന്നത്തെ കണ്ണാട മാറ്റ്. ചിക്കടിനോ അല്ല പോയിക്കൊണ്ടിരിക്കുകയാണ്. വെളിയിലുള്ള സീനറി ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇതാണ് എന്റെ ക്യൂട്ടി. അവിടെ വേറൊരു ക്യൂട്ടി ഇരിപ്പുണ്ട്. വേറൊരു കുട്ടൻ ഇരിപ്പുണ്ട് അവിടെ. ബാക്കി രണ്ടുപേര് അവിടെ ഉണ്ട്, കിടക്കുക. അയാനും ഇനോക്കും. മ്യൂസിക് വെച്ചൂടെ? നേച്ചറിന്റെ വ്യൂ ആസ്വദിക്കണമെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ വരണം. ബട്ട് ഐ എം ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു ലൈക്സ് സിറ്റി ആൻഡ് ബിൽഡിങ്സ് ആൻഡ് ഓൾ. ബട്ട് ഇവിടെ വന്നത് അങ്ങനെയല്ല. ഇത് കൊള്ളാം, അങ്ങനെയല്ല. ബട്ട് ദിസ് ഈസ് ഓൾസോ റിയലി ബ്യൂട്ടിഫുൾ. സ്ഥലങ്ങളിൽ പറഞ്ഞു വരുന്നത് യു ഹാവ് എന്താ പറയാ, മൈൻഡ് കുറച്ച് ചേഞ്ച് ആയി. സിറ്റി ലൈഫ് എന്നല്ല, ദിസ് ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഏതാ ഇഷ്ടം? സിറ്റി ലൈഫ് ആണോ ഇഷ്ടം? നേച്ചർ. What I'm saying about Edinburgh, I just want to see this kind of view. I'm not saying so Scotland because അയ്യോ ഇതല്ലേ? അല്ലല്ല പൊക്കോ അവരിങ്ങോട്ടേക്ക് ഇരിക്കും, നമുക്ക് നേരെ പോകാം. സ്കോട്ട്ലൻഡിന്റെ നേച്ചറിന്റെ ഭംഗി കാണാനാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? അല്ല, മെയിൻ ആയിട്ട് ലണ്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി സിറ്റി ലൈഫാണ്. പക്ഷെ സ്കോട്ട്ലൻഡിന്റെ ഈ പറഞ്ഞ കാട് മല ഈ പറഞ്ഞ സിറ്റി ലൈഫ് ഭയങ്കര ബിസി ആയിട്ടുള്ള
Akshay, Yeah. Tell me. since I see that you really like Scotland now, അല്ലേ ലണ്ടന്റെ ആ ഒരു വൈബാണോ ഇഷ്ടം, സ്കോട്ട്ലൻഡിന്റെ ഈ ഒരു നേച്ചറിന്റെ ഭംഗിയാണോ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഓക്കെ, ബട്ട് എനിക്ക് ഇവിടെ ഒന്നും താമസിക്കാൻ ഇഷ്ടമല്ല. ഇവിടെ രണ്ട് സ്ഥലത്തും താമസിക്കാൻ ഇഷ്ടമല്ല. നമ്മളെ മിഡിൽ ക്ലാസ് സ്റ്റോക്ടൺ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എല്ലാ ആക്സസ് ഉണ്ട്. ഓക്കെ, ക്വയറ്റ് ആണ്. അത്ര ക്വയറ്റ് അല്ലെങ്കിലും ഒരു കുറച്ച് ക്വയറ്റ് ആണ്. എനിക്ക് ഒത്തിരി ക്വയറ്റും വേണ്ട, ഒത്തിരി നോയ്സിയും വേണ്ട. in between. നെക്സ്റ്റ് ദർശന അടുത്ത സെയിം ക്വസ്റ്റ്യൻ. സ്കോട്ട്ലൻഡ് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഫസ്റ്റ് ടൈമാണ് ഞാൻ മിഡിൽസ്ബ്രോ വിട്ട് പുറത്ത് വരുന്നത്. അപ്പൊ എനിക്ക് ഇപ്പോഴാണ് UK വന്നൊരു ഫീൽ ഉണ്ട്. എക്സ്പെക്ട് ചെയ്തോ ഇത്രയും അടിപൊളിയായിരിക്കും? No, I am so happy because New Year ആയിട്ട് ഫസ്റ്റ് ടൈം ഞാൻ നല്ലൊരു ബ്യൂട്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. I am so happy. I am so blessed എന്നാണ് പക്ഷേ നമുക്ക് വൺ ടൈം നല്ല വെതർ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്തോ ഇന്ന് വലിയ കുഴപ്പമില്ല അല്ലേ? ഫയർ വർക്ക്സ് ഒക്കെ കാണുമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. ബട്ട് ഐ ഫീൽ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തത് അതിലും മെമ്മറബിൾ ആയിട്ടുള്ള നമ്മളിവിടെ അകത്ത് കാരവന്റെ അകത്ത് തന്നെ എല്ലാ ഫയർ വർക്ക്സും അവർ ക്യാൻസൽ ചെയ്തു. സോ വി വർ ലൈക്ക് സോ ഹാപ്പി. അത് മാത്രമല്ല ഫയർ വർക്ക്സ് ഒക്കെ ക്യാൻസൽ ചെയ്തു. സ്കോട്ട്ലൻഡ് അല്ലേ നമുക്ക്. അതെ, ഞാൻ പറയുന്നത് ഫയർ വർക്ക്സ് ക്യാൻസൽ ആയെങ്കിലും അങ്ങനെ ഡിസപ്പോയിന്റ്മെന്റ് ഒന്നും തോന്നിയില്ല അല്ലേ? ബിക്കോസ് വി വർ ഏബിൾ ടു സ്പെൻഡ് ദാറ്റ് വിത്ത് അവർ ലവ്ഡ് വൺസ് അല്ലേ? നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു മെമ്മറബിൾ ഒരു ഇയർ പോലെ. സ്കോട്ട്ലൻഡ് ഡ്രസ് We should dress according to the situation and place. ഇനോക്കേട്ടാ, എന്താണ് ഇഷ്ടം? ലണ്ടൻ ലൈഫ് ആണോ ഇഷ്ടം, സ്കോട്ട്ലൻഡിന്റെ എനിക്ക് എന്തും ഇഷ്ടമാണ്. It is the people. The people who I go with matter. It's the place. It's not the place. It's the people who I travel. Okay, that's good. അയാൻ എന്തോ അവിടെ ഡ്രസ് മാറ്റിയ ഷർട്ട് റിമൂവ് ചെയ്ത് എന്തിനാ? ഡ്രസ് എന്തിനാണ് ഷർട്ട് റിമൂവ് ചെയ്യുന്നത്? Put it back. വേണ്ട, ഈ ഡ്രസ് മതി. ഗുഡ്. അവിടെ ആരാ നോക്കുന്നു? Happy New Year. വന്നപ്പോഴേ വന്നില്ല. ഇവിടെ വണ്ടി കൊണ്ടിട്ടപ്പോഴേ ആള് കയറി വന്നു. ബ്രിട്ടീഷ് കാക്കയുണ്ട്. Snow mountain. Snow mountain. Snow mountain. Snow mountain. Snow mountain. Yes. Snow mountain. Look at that. Look at that. What is small? Small mountain. നോക്കി അവിടെ സ്നോ മൗണ്ടൻ കണ്ടാ? That one on the top. The white one. അതാ windmill. Windmill. ഇതിനകത്ത് സ്നോ മൗണ്ടൻ ഏതാണ്? സ്നോ മൗണ്ടൻ കരയും. സ്നോമാൻ അതിനകത്ത് കിടന്ന് ഉറങ്ങുക. പിന്നെ സ്നോമാൻ ക്യൂട്ടാ. സ്നോമാൻ ഉറങ്ങി. ഉറങ്ങി. സ്നോമാൻ അവിടെ. സ്നോമാൻ ദാ അവിടെ ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നു. ബാക്കി കൊണ്ടോ എങ്ങനാ? പിന്നെ സ്നോമാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. No police car, ambulance car, fire car, പിന്നെ truck car. എനിക്ക് truck car, എനിക്ക് പോലീസ് ആവണം. കാർ പോലീസ്. ആംബുലൻസ് ആയി എനിക്ക് ആംബുലൻസ് വാൻ. car, police car,
Express, which is in Harry Potter series 2-ൽ കാണിക്കുന്ന Harry Potter and the Chamber of Secrets-ൽ കാണിക്കുന്ന Hogwarts Express, which is known as Glenfinnan Viaduct. അത് കാണാനാണ് പോകുന്നത്. But that is like 3 hours travel from here. അപ്പോഴേക്കും dark ആവും. But we hope to reach there soon and be able to explore. Entrance-ന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫീ ടിക്കറ്റോ വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടല്ലേ? So that is our next destination. അപ്പോൾ ഗൈസ് പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ ഹോഗ്വാർട്സ് എക്സ്പ്രസ് കാണാൻ പോകുന്നില്ല. ബിക്കോസ് അവിടെ എത്തുമ്പോഴേക്കും നല്ല ഡാർക്കാവും. പിന്നെ നമുക്ക് അവിടെ നിന്ന് ട്രെയിൻ എപ്പോഴൊക്കെയാണ് പാസ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. ഇനി കണ്ടാൽ പോലും അത് ഭയങ്കര ദൂരെ നിന്നാണ് കാണാൻ പറ്റുന്നത്. സോ നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് നേരെ എഡിൻബറയിലേക്ക് പോകാനാണ് പ്ലാൻ. വെളിയിൽ സ്നോ ആണ്. ഞങ്ങൾ വെളിയിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. വിറച്ചിട്ട് വയ്യ. ഇവിടെ ഒരു കിളിയെ കാണിച്ചു കൊടുത്ത ഫോട്ടോ എടുക്കാനായിട്ട് വമ്പ ആക്റ്റീവ്. ഓക്കെ, ഞങ്ങളിപ്പോൾ ഗ്യാസ് ഓണാക്കാൻ പോവാണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ്. എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ടാക്കണം ഐ തിങ്ക്. Happy birthday, Winnie. വെരി ഗുഡ്. കാച്ചറ തമ്പി. Then we want more water, right? നീ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറി എന്നാൽ ഈ ബിന്നെടുത്ത് അങ്ങോട്ട് നോക്കിയാടി. ക്യാമറ വിളിക്കുന്നു. ദർശന വിനി ആൻഡ് ഇത് ബുദ്ധിപരമായിട്ടാണ് 2 എണ്ണത്തിന് കിട്ടി 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 കിട്ടി. എന്താ കിട്ടിയത്? പ്ലാസ്റ്റിക് പ്ലേറ്റ്സ്. യെസ്, പ്ലാസ്റ്റിക് പ്ലേറ്റ്സ്. ഇറ്റ്സ് പേപ്പർ പ്ലേറ്റ്, പ്ലാസ്റ്റിക്. ഓക്കെ, അപ്പൊ ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കി വന്നിട്ടാണ്. ശരി, ആയിക്കോട്ടെ. അല്ല, ഇത്ര മതി കുറേ. അക്ഷയ എന്താ കഴിക്കുന്നേ? അങ്ങനെ നൂഡിൽസ് റെഡിയായി. കഴിക്കല്ലേ? ചിക്കനെ നിക്കണം അങ്ങനെ. അത് കുഴപ്പമില്ല. സംശയമുണ്ടെങ്കിൽ പാട്ടെടുത്ത് വെച്ചാൽ മതി. അടി വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് പ്രാവശ്യം. അപ്പൊ ഞങ്ങള് നൂഡിൽസ് ഒക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് എഡിൻബറയിലാണ്. എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഐ തിങ്ക് 5 hours ആണ്. അപ്പം നല്ല നൈറ്റ് ആവും നമ്മൾ അവിടെ എത്തുമ്പോൾ. സീ യു ഇൻ എഡിൻബറ. അപ്പോൾ നമ്മളിപ്പോൾ എഡിൻബറ എത്തിയിട്ടുണ്ട്. ചായയൊക്കെ ഉണ്ടാക്കി റൈസൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒരു സർവീസ് സ്റ്റേഷൻ തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് നാളെ രാവിലെ എണീച്ച് നമ്മൾ തിരിച്ച് മിഡിൽസ്ബ്രോയിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് മോർണിംഗ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മിഡിൽസ്ബ്രോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇംഗ്ലണ്ട് ബോർഡറിലാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഒരു 2 hours ഒക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് മിഡിൽസ്ബ്രോയിൽ എത്തുന്നതായിരിക്കും. ഇവിടെ വഴിയിൽ നല്ല ഒരു സർവീസ് സ്റ്റേഷൻ കണ്ടു. അപ്പോൾ അവിടെ കയറി ഫ്രഷായി. ഇത്രയും നേരം നിന്റെ മോൻ ഇവിടെ ഇരുന്ന് വിളിച്ചോണ്ടിരിക്കുക, എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല. അപ്പം ഞങ്ങൾ ഒരേപോലെ അല്ലേ? ഹോഴ്സ് ഹോഴ്സ് എന്ത്
നോക്കിക്കോ, ഒന്ന് എടുത്തോ. എത്ര പ്രാവശ്യം കണ്ടത്? നോക്കിക്കോട്ടോ. വിളിച്ച ഹോഴ്സ് ഹോഴ്സ് എടാ. തമ്പി എന്നൊക്കെ വിളിച്ചു. തമ്പി ടു ടോൾ. ഇൻട്രസ്റ്റ് ഇല്ലാത്ത മുഖം. ഇൻട്രസ്റ്റ് അങ്ങനെ. Guys, we are gonna eat from outside. First time. ഈ ട്രിപ്പിലെ ഫസ്റ്റ് ടൈം ആണ് ട്രിപ്പിലെ ഫുഡ്. ഫുഡായിരുന്നു, ഞങ്ങളെല്ലാം എല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. കാരവാനിനകത്ത് തന്നെ ഫുഡ് ഉണ്ടാക്കി. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എത്തി. ആൻഡ് സെർക്കാസിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താ നിനക്ക് എന്താ പറയാനുള്ളത്? ഫുഡ് എങ്ങനെ ഉണ്ട്? ഫുഡ് എങ്ങനെ? കാരവാൻ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? എടാ സ്കോട്ട്ലൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്കോട്ട്ലൻഡ് നീ ക്യാമറ നോക്കി പറ. നീ പറ. സ്കോട്ട്ലൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആകെ 3 പീസ് കൊണ്ട് എല്ലാവർക്കും ഒന്നാമത് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. കാരവാനിൽ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. സാധനങ്ങളൊക്കെ മാറ്റുവാണ്, തിരിച്ച് വീട്ടിലേക്ക് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി കുറച്ചുകൂടി സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ കാരവൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ദ കാരവൻ ഇസ് ആസ് ഗുഡ് ആസ് ന്യൂ നൗ. 5 PM മുമ്പ് നമുക്ക് കാരവൻ റിട്ടേൺ ചെയ്യണം. പിന്നെ കാരവൻ്റെ ഇൻസൈഡ് വ്യൂ ജേർണി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇൻസൈഡ് വ്യൂ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതും ഇവിടെ റെക്കോർഡ് ചെയ്ത് ഇടുവാണ്. അങ്ങനെ ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ ടു ദ കാരവൻ. ലൈഫിൽ ഒരിക്കലും മറക്കാനാകാത്ത കുറേ മെമ്മറീസ് തന്ന ഈ കാരവനോട് വിട പറയാൻ സമയമായിരിക്കുന്നു. നമ്മൾ ഫൈനലി ഒരു സെൽഫിയും കൂടി എടുത്തിട്ട് ബോയ്സ് കാരവൻ റിട്ടേൺ ചെയ്യാൻ പോവും. ഐ വോണ്ട് ടു താങ്ക് മൈ ഫ്രണ്ട്സ് ഫോർ ദിസ് റിയലി അമേസിങ് ട്രിപ്പ്. ഒരിക്കലും മറക്കത്തില്ല, ഭയങ്കര മെമ്മറബിൾ ഒരു ട്രിപ്പാണിത്. വൺ ഓഫ് ദ ബെസ്റ്റ് ട്രിപ്സ് ഓഫ് മൈ ലൈഫ്. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഫ് യു ലൈക്ഡ് വാച്ചിങ് ദ വീഡിയോ then please do subscribe to the channel. Please do like, share and comment as well. So until I see you next time in another video, bye bye, see you, take care.